മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ. ത്രിയേക ദൈവത്തിനു സ്തുതി. സൗഭാഗ്യവതിയും നിത്യകന്യകയും കറയില്ലാത്തവളുമായ മർത്തമറിയുമേ, നിന്റെ വിശുദ്ധിയോടെ കൃപാനൗക എന്ന പ്രോഗ്രാമിനെ ഇതിലൂടെ എന്നെ ശ്രവിക്കുന്നവരെ ചേർത്തു നിർത്തുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഒരിക്കൽ ഒരു രോഗി ഗുരുതരമായ രോഗത്താൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. അപ്പോൾ ആ രോഗി തന്നെ ശുശ്രൂഷിക്കാൻ വന്ന നേഴ്സിനോട് പറഞ്ഞു, 121 സങ്കീർത്തനം ഒന്ന് വായിക്കാമോ എന്ന്. ഈ സങ്കീർത്തനം ഒരു ആശ്വാസ സങ്കീർത്തനമാണ്. അത് വായിച്ചു കേട്ടപ്പോൾ ആ രോഗിയിൽ എന്തെന്നില്ലാത്ത പ്രത്യാശ മുഖത്തുണ്ടായി. പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആശ്വാസവും ആത്മധൈര്യവും പകരുന്നതാണ് ഈ സങ്കീർത്തനം. യഹോവയെ വഴികാട്ടിയായി സ്വീകരിച്ച ഒരു യാത്രക്കാരന്റെ ഗീതമാണ് ഈ സങ്കീർത്തനം. ഇസ്രായേലിയർ വർഷത്തിൽ 3 തവണ യെരുശലേം സന്ദർശിക്കുമായിരുന്നു. പെസഹ, പെന്തക്കോസ്ത്, കൂടാരപ്പെരുന്നാൾ എന്നീ സന്ദർഭങ്ങളിലായിരുന്നു അത്. യെരുശലേമിലേക്കുള്ള തീർത്ഥാടകർ അവരുടെ വഴിയാത്രയിൽ ആലപിക്കുന്ന ഗീതങ്ങളാണ് 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ. 121 സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്കു സഹായം എവിടെ നിന്നു വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നും വരുന്നു. മലകൾക്കും പർവ്വതങ്ങൾക്കും വേദപുസ്തകത്തിൽ നല്ല സ്ഥാനമുണ്ട്. മോശയ്ക്ക് അരുളപ്പാടുണ്ടായത് സീനായി മലയിൽ നിന്നാണ്. ഏലിയ പ്രവാചകന് കർമ്മേലിലെ കൊടുമുടിയിൽ നാം കാണുന്ന പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പ്രബോധനം നൽകിയത് ഒരു മലയിൽ നിന്നാണ്. അവിടുന്ന് രൂപാന്തരപ്പെട്ടത് താബോർ മലയിൽ വച്ചായിരുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് ഒരു മലയിൽ നിന്നാണ്. അതുകൊണ്ട് കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നത് ദൈവകൃപയ്ക്കായുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ്. പ്രതിസന്ധികളിൽ നമ്മുടെ ഉള്ളിലേക്ക് നാം നോക്കുമ്പോൾ സംഭിതരാകുന്നു. ചുറ്റിലേക്ക് നോക്കുമ്പോൾ നാം സംഭ്രാന്തരാകുന്നു. ഉന്നതത്തിലേക്ക് നോക്കുമ്പോൾ നാം പ്രശാന്തരാകുന്നു. നമുക്ക് സഹായം വരുന്നത് പർവ്വതത്തിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ തീർത്ഥയാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ലോത്ത് ലക്ഷ്യം മാറിപ്പോയതായി നാം വായിക്കുന്നു. ദൈവത്തിന്റെ തോട്ടം പോലെ തോന്നിച്ചിരുന്ന ഗോമോറയിലേക്കും കീഴ്ക്കുഴികളുള്ള സിദ്ദിം താഴ്വരയിലേക്കും പോകുന്നു. അതിന്റെ അനന്തരഫലം നാം വായിക്കുന്നു. നമ്മുടെ ജീവിത വഴിയാത്രയിൽ കർത്താവായ ഇടയനെ ചേർത്ത് പിടിച്ച് നടന്നാൽ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ദൂരെ നിന്നുകൊണ്ട് കാവൽ നടത്തുന്നവനല്ല, ചാരെ ചേർന്ന് നടന്നുകൊണ്ട് സംരക്ഷണം നൽകുന്നവനാണ് ദൈവം. നമ്മുടെ കാൽ ഒന്നിടറിപ്പോയാൽ അവൻ നമ്മെ താങ്ങുന്നു. പിച്ചവെച്ച് നടക്കുന്ന പൈതലിനെ ഒരു മാതാവ് കരുതുന്നത് പോലെ ദൈവം നമ്മെ താങ്ങി നടത്തുന്നു.
ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ സന്തത സഹചാരിയായി ദൈവം കൂടെ നടക്കുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. 121 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. ഏകാന്തതകളിൽ ഭയപ്പെടേണ്ടതില്ല. ഒരിക്കൽ കള്ളന്മാർ വീട്ടിൽ കടന്ന് ഉണ്ടായിരുന്നതെല്ലാം കട്ടുകൊണ്ടുപോയി എന്ന പരാതിയുമായി സുൽത്താന്റെ അടുത്തെത്തിയ ഒരു വിധവയോട് രാത്രി ബോധമില്ലാതെ എന്തുകൊണ്ട് ഉറങ്ങി എന്ന് സുൽത്താൻ ചോദിച്ചു. അതിന് വിധവ കൊടുത്ത മറുപടി ഭരണാധിപനെ പോലും ലജ്ജിപ്പിക്കുന്നതായിരുന്നു. വിധവ ഇങ്ങനെ പറഞ്ഞു: പ്രജാസംരക്ഷകനായ സുൽത്താൻ ഒരിക്കലും ഉറങ്ങുകയില്ല എന്നായിരുന്നു എൻ്റെ വിചാരം. നമ്മെ സംരക്ഷിക്കേണ്ടവർ ഉറങ്ങിപ്പോകാം, എന്നാൽ നിന്റെ കാവൽക്കാരനായ ദൈവം ഉറങ്ങുകയോ മയങ്ങുകയോയില്ല. ശക്തനായ എലീശ പ്രവാചകനെ പിടിക്കുവാൻ അരാം സൈന്യം മല വളഞ്ഞപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും അഗ്നിമയമായ കുതിരകളെയും രഥങ്ങളെയും കൊണ്ട് കാവൽ ചെയ്തതായി 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഭയം, ആകുലത, മാനസിക സംഘർഷങ്ങൾ എന്നിവ നമ്മുടെ ഉറക്കം കെടുത്തും. എന്നാൽ ഒരിക്കലും മയങ്ങുകയും ഉറങ്ങുകയും ചെയ്യാത്ത കർത്താവിൽ ഭാരങ്ങൾ ഏൽപ്പിച്ച് സുഖമായി ഉറങ്ങുവാൻ നാം ശ്രമിക്കണം. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. 121 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവരുടെ വലിയ ശത്രുവാണ് സൂര്യൻ. അന്ധതയും വരൾച്ചയും വരുത്തുക മാത്രമല്ല, സൂര്യതാപത്താൽ ജീവൻ തന്നെ ഒടുങ്ങിപ്പോവാൻ ഇടയുണ്ട്. ധാരാളം അപകട സാധ്യതകളും തീർത്ഥാടന വഴികളിലുണ്ട്. ഈ സമയം കഠിനമായ ചൂടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ആശ്വാസം പകരുന്ന ഒരു വടവൃക്ഷം പോലെ ദൈവം കൂടെയിരുന്ന് തീർത്ഥാടകർക്ക് തണലേകുന്നു. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. 121 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. മാനുഷിക സംരക്ഷകർക്ക് പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അതിനുദാഹരണമാണ് അംഗരക്ഷകനാൽ കൊല ചെയ്യപ്പെട്ട ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി, അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി. എന്നാൽ കർത്താവ് ഒരു ദോഷവും നമുക്ക് വരാതെ നമ്മെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു. ഈ ലോകത്തിലുള്ള നമ്മുടെ ഗമനത്തിലും ഇത് വിട്ട് നാം യാത്രയാകുമ്പോഴും അവിടുന്ന് നമ്മെ കാത്തുകൊള്ളുവാൻ കൂടെയുണ്ട്. അതിനാൽ സ്വർഗീയ സീനായിലേക്കുള്ള ഈ തീർത്ഥയാത്രയിൽ കണ്ണുനീർ താഴ്വരകൾ ഉണ്ടെങ്കിലും മയങ്ങുകയോ ഉറങ്ങുകയും ചെയ്യാതെ നമ്മെ പരിപാലിക്കുന്ന സർവശക്തന്റെ കരം പിടിച്ച് തളരാതെ ഈ യാത്ര പൂർത്തീകരിക്കാം. സങ്കീർത്തനം 121 1-2 ഈ വചനത്താൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ.